ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസനാച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മളെ ഫോണിലുള്ള ഗാലറിന്റെ ഒരു പുതിയ ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അഥവാ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഈ പുതിയ ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്താൽ ഡിഫോൾട്ടായിട്ട് അത് പിക്ചേഴ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ നമ്മൾ ആൽബത്തിലേക്ക് ചേഞ്ച് ചെയ്യുക. ആൽബത്തിൽ ചേഞ്ച് ചെയ്താൽ മുകളിൽ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ, ഒരു സെർച്ച് ബാർ, ഒരു 3 ഡോട്ട്സ് ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്ന ഓട്ടോ അപ്ഡേറ്റിംഗ് ആൽബം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ആ പുതിയ ആൽബത്തിന് ഒരു പേര്, ഞാനൊരു പുതിയ പേര് കൊടുത്തു, ക്രിയേറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഗാലറിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് ഇവിടെ കാണിച്ചു തരിക. അതിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മോൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ മോൻ്റെ മാത്രമുള്ളൊരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടും ഇത് ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ മോൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. ഡൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ആൽബത്തിൻ്റെ അകത്ത് ഡിഫാൾട്ട് ആൽബത്തിന് പുറമെ ഒരു പുതിയൊരു ആൽബം ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, പുതിയ പേര് വെച്ചിട്ട്, നമ്മൾ കൊടുത്ത പേര് വെച്ചിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോ, അതായത് മോൻ്റെ ഫോട്ടോയായി ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോസും വീഡിയോസും ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുതിയ ആൽബം കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അതായത് അതിൻ്റെ കവർ ഇമേജ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ആൽബം സെലക്ട് ചെയ്യുക, മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ചേഞ്ച് കവർ ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഇത് ക്രോപ്പ് ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണോ നമുക്ക് വേണ്ടത്, അതായത് കവർ ഇമേജ് ആയിട്ട് ഏത് ഫോട്ടോ ആണ് വെക്കേണ്ടത്, ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് അപ്ലൈ കൊടുത്താൽ അതെന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോയിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ആൽബത്തിൻ്റെ കവർ ഇമേജ് ആ ഒരു ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംശയം വരാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ ആൽബം ഡിലീറ്റ് ആക്കുമ്പോൾ നമ്മളെ ഫോട്ടോസ്, അതിലുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആയി പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവർ തന്നെ ഇതിൽ പറയുന്നുണ്ട് ആൽബം മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ, അതല്ലാതെ അതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഡിലീറ്റ് ആവില്ല, അത് ഗാലറിയിൽ തന്നെ ഉണ്ടാവുന്നു. ഇതൊരു നല്ലൊരു ഫീച്ചേഴ്സായി തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെതോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്താൽ അവർ മാത്രമുള്ളൊരു പുതിയൊരു ആൽബം ക്രിയേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.